ഓക്കെ. അപ്പോൾ മലേഷ്യൻ SNR അതിൽ നിങ്ങൾക്കിപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പറഞ്ഞു തരാൻ മനസ്സിലാവാനും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ് 3 സംഭവമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസിക് SNR, ബ്രേക്ക് ഔട്ട് SNR, പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ഇങ്ങനെ ഒരു 3 പാർട്ടായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മെയിനായിട്ട് ക്ലാസിക് SNR ആണ് നോക്കുക, പിന്നെ ബ്രേക്ക് ഔട്ട്. ഈ ക്ലാസിക് SNR ആണ് മെയിനായിട്ട് ഇത്. അത് മനസ്സിലായി തന്നെ ബ്രേക്ക് ഔട്ട് മനസ്സിലാവും. പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഇപ്പോൾ മിക്ക ട്രേഡേഴ്സിനും കേട്ട് പരിചയമുള്ള സംഭവം, ഒരു പാറ്റേൺ ബേസ്ഡ് സംഭവമാണ്. അപ്പോൾ ക്ലാസിക് SNRലാണ് മെയിനായിട്ട് അതുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം പിടി കിട്ടും. ബ്രേക്ക് ഔട്ട് SNR എന്താ സംഭവം എന്നൊക്കെ നമുക്ക് ഏകദേശം പിടി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് 3 ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാസിക് SNR കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടി കിട്ടും. അപ്പോൾ മെയിനായിട്ട് ക്ലാസിക് SNR എന്താ നമുക്ക് പഠിക്കാം. അതായത് ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലാസിക് SNR എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ക്ലാസിക് SNR എന്ന് കഴിഞ്ഞാൽ സംഭവം അത് ഒരു നോർമൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് SNR തന്നെയാണ്. അപ്പോൾ അതിൽ 3 സംഭവമുണ്ട്: A ഷേപ്പ്, V ഷേപ്പ്, കിസ്സിങ് ആൻഡിൽ. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാം. എക്സാമ്പിൾ ഓക്കെ. അപ്പോൾ കൂടുതൽ ഏരിയയിൽ നിന്ന് റിജക്റ്റ് ആവണ സംഭവം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെ കൂടുതൽ ഏരിയയിൽ നിന്ന് റിജക്റ്റ് ആവണതിനാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുക. ഇനിയിപ്പോൾ അഥവാ കഴിഞ്ഞാൽ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബൈ എൻട്രി എടുക്കാം. അപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് വന്നു, ഇങ്ങനെ പോയി, അവിടെ തട്ടി, പക്ഷേ അവിടെ നിന്ന് ഇതാവാണ്ട് എക്സാമ്പിൾ അവിടെ നിന്ന് ഒരു ബ്രേക്ക് വരും ഇങ്ങനെ, എന്നിട്ട് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അപ്പ്. അങ്ങനെയൊക്കെ നമുക്ക് കാണാം. അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ സപ്പോർട്ട് റെസിസ്റ്റൻസിലുള്ളത്. ബ്രേക്ക് ചെയ്താൽ അത് റീടെസ്റ്റ് ചെയ്ത് അതിനൊരു എൻട്രി നോക്കും. അങ്ങനെയൊക്കെ മെയിനായിട്ട് നമ്മളിപ്പോൾ ഇതിൽ നോക്കാൻ പോണത്. അപ്പോൾ ക്ലാസിക് SNRൽ മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് A ഷേപ്പ്, V ഷേപ്പ്, കിസ്സിങ് ആൻഡിൽ. ഓക്കെ. അപ്പോൾ മലേഷ്യൻ SNRൽ മെയിനായിട്ട് പഠിക്കുന്ന സംഭവം ഇതാണ്. ഇത് മനസ്സിലാക്കി തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു A ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, V ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട്. ശ്രദ്ധിച്ച് കേട്ടോ. A ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, V ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട്. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെൽ ക്യാൻഡിൽ, ഇതൊരു ബൈ ക്യാൻഡിൽ. ഇനി ഇതേ സെയിം സംഭവം നമ്മൾ ലൈൻ ചാർട്ടിൽ എടുക്കുക. ലൈൻ ചാർട്ട് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് പറയാം. ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് ക്ലോസ് ആവണ സ്ഥലം വെച്ചിട്ടുള്ള ഗ്രാഫ് വരുന്ന സംഭവമാണ് ലൈൻ ചാർട്ട്. അപ്പോൾ നമ്മൾ ആ ലൈൻ ചാർട്ട് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് A ഷേപ്പ്, V ഷേപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ലൈൻ ചാർട്ടിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽ പിന്നെ ഒരു ബൈ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് സെല്ല്, ബൈ. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ V ഷേപ്പ് ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസിക് SNRൽ കാണിച്ചില്ലേ A ഷേപ്പ്, V ഷേപ്പ്, അതിലത്തെ V ഷേപ്പ് ഫോം ചെയ്യണത്. അങ്ങനെ അവിടെ ഒരു സപ്പോർട്ട് ഫോം ചെയ്തു. ഓക്കെ. സപ്പോർട്ട് ഫോം ചെയ്തു ഇവിടെ V ഷേപ്പ്. അത് നമ്മളൊരു സപ്പോർട്ടായിട്ട് എടുക്കുക. അപ്പോൾ അവിടുന്ന് പ്രൈസ് വേണമെങ്കിൽ ഇങ്ങനെ വരാം,
ഇങ്ങനെ വരാം. ഇതാണ് വി ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ടിൽ നമ്മളൊരു സപ്പോർട്ട് കണ്ടെത്തി, വി ഷേപ്പിൽ നമുക്കൊരു സപ്പോർട്ട് കണ്ടെത്തി, ആ ഏരിയയിൽ പി ഒ വന്നു, ടച്ച് ചെയ്തു, റിജക്റ്റ്. അതാണ് വി ഷേപ്പ് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. എ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നേരെ വൈവേഴ്സ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എ ഷേപ്പാണ് എടുക്കുന്നത്. നേരെ സെയിം സംഭവം തന്നെ, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഇതിൽ വരച്ചണിക്കുന്നത്. നേരെ എ ഷേപ്പ്, അതായത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സംഭവം. അതായത് എക്സാമ്പിൾ, ഒരു ബൈ ക്യാൻഡിൽ വന്നു, ഒരു സെൽ ക്യാൻഡിൽ വന്നു. ഇത് എൻഗൾഫിങ് ആവണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ, അതൊക്കെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ നേരെ ലൈൻ ചാർട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവം മനസ്സിലാവും. അതായത് ഒരു ബൈ ക്യാൻഡിൽ, പിന്നെ സെൽ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? റെസിസ്റ്റൻസ് കിട്ടി. ഓക്കെ, നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടി. ഇനി ആ ഒരു നമ്മളതൊരു പി ഒ ആയി വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വന്നു, ഇവിടെ ഈ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തു, നേരെ ഡൗൺ. ഇതാണ് നമ്മൾ എന്ത് എ ഷേപ്പും വി ഷേപ്പും നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിക്കുന്ന സംഭവം. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ക്ലാസിക് SNRൽ സപ്പോർട്ടായും റെസിസ്റ്റൻസായാലും മെയിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏരിയാസ്. ഇത് എ ഷേപ്പും വി ഷേപ്പും. ഇനി അടുത്താണ് കിസ്സിങ് ആംഗിൾസ്. അതായത് എപ്പോഴും ഇതേപോലെ മാർക്കറ്റ് പോകണമെന്നൊന്നുമില്ലല്ലോ, അതേപോലെ സംഭവമാണ് കിസ്സിങ് ആംഗിൾസ്. അതായത് ഇപ്പോൾ കണ്ടിന്യൂസ്, ഇപ്പോൾ നേരത്തെ കാണിച്ചാൽ ഒരു ബൈ ഒരു സെൽ അങ്ങനെയല്ലേ, അഥവാ ഇനി ഇത് കണ്ടിന്യൂസ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ കാണിച്ചു തരാം. ഇതേപോലെ സെൽ 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 അങ്ങനെ 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിസ്സിങ് ക്യാൻഡിൽസിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സെല്ലിൻ്റെ ക്ലോസ്, ഈ സെല്ലിൻ്റെ ക്ലോസ്, ഈ സെല്ലിൻ്റെ ക്ലോസ്, ഇതൊക്കെ നമുക്ക് എന്ത് നമുക്കൊരു പി ഒ ആയിട്ട് എടുക്കാം. ഓക്കെ, ഉണ്ടങ്ങനെ ഇവിടെ ഇവിടെ. ഓക്കെ, ഇത് എക്സാമ്പിൾ ഇപ്പോൾ ഇതാ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ വരാം, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇവിടെ ടച്ച് ചെയ്യാം, ഇങ്ങനെ ഡൗൺ പോകും. അല്ലെങ്കിൽ ഇവിടെ വരാം, എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ബൈ സംഭവം. ബൈയിങ് കിസ്സിങ് ആൻഡിൽ ബൈ ട്രെൻഡ് കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ, ഓക്കെ, പിന്നെ ബൈ, അഗെയിൻ ബൈ. പിന്നെ നമ്മൾ ഈ ഏരിയ നമുക്കൊരു സപ്പോർട്ട് എടുക്കാം, ഈ ഏരിയ. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. അതായത് എ ഷേപ്പ്, വി ഷേപ്പ്, കിസ്സിങ് ക്യാൻഡിൽസ്, ഈ 3 സംഭവം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് എ ഷേപ്പ്, വി ഷേപ്പ്, പിന്നെ കിസ്സിങ് ക്യാൻഡിൽസ്, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്ലാസിക് SNRൽ. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ SNRൽ മിക്കതും നമുക്കൊരു ഏകദേശം പിടി കിട്ടും. ഇനി ബ്രേക്ക് ഔട്ടൊക്കെ വരേണ്ടതൊക്കെ നമുക്ക് ഏകദേശം ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാം ക്യാൻഡിൽസ്റ്റിക് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിലേക്ക് വന്ന് നമുക്ക് എ ഷേപ്പും വി ഷേപ്പും കണ്ടുപിടിക്കാം. അതായത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു സെൽ, ഒരു ബൈ, അപ്പോൾ അവിടെ ഒരു വി ഷേപ്പ് വന്നോ നമുക്ക് നോക്കി നോക്കാം. എന്താ വി ഷേപ്പ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു സപ്പോർട്ട് ലെവലായിട്ട് മാർക്ക് ചെയ്യാം. ഈ വി ഷേപ്പ്, അതായത് ഒരു ബൈ ഒരു സെൽ. ഓക്കെ, ലൈൻ ചാർട്ട് എടുക്കുക, എ ഷേപ്പ്. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. നമ്മൾ കൂടുതൽ
മറ്റേ ICT പോലെ കൂടുതൽ നമ്മൾ കുറേ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട, അതൊന്ന് റിജക്റ്റ് ഡൗൺ. സപ്പോർട്ട് ടു റെസിസ്റ്റൻസ് ടു സപ്പോർട്ട്, അത്രേ ഉള്ളൂ സംഭവം. കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട സംഭവമൊന്നുമില്ല. ഇനി അടുത്തതായാലും ഒരു ബൈ ഒരു സെൽ, നമ്മൾ ലൈൻ ചാർട്ട് വയ്ക്കി കഴിഞ്ഞാൽ എ ഷേപ്പ്, സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, കണ്ട, അവിടെ വന്നു റിജക്റ്റഡ്. കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വി ഷേപ്പ്. ഓക്കെ, അത് നമുക്കൊരു ഇതായി എടുക്കാം. പിന്നെ ഒരു സെൽ ഒരു ബൈ, ലൈൻ ചാർട്ടിൽ പോവാം. അവിടെ ഒരു വി ഷേപ്പ് ഉണ്ടോ, അത്രേ ഉള്ളൂ. റിജക്റ്റ്. ഇനി നമുക്ക് കിസ്സിങ് ക്യാൻഡിൽസ് നോക്കാം. അത് ഇപ്പോൾ കണ്ടിന്യൂസ് ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് നോക്കാം. അത് കണ്ട 1 2 3 3 ക്യാൻഡിൽ കണ്ടോ ട്രെൻഡ് ഒരുമിച്ച് പോയത്. ഇവിടെ ഇതൊക്കെ കിസ്സിങ് ക്യാൻഡിൽ ഉൾപ്പെടുന്ന സംഭവമാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഹയർ ടൈം ഫ്രെയിമിൽ വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കാര്യങ്ങൾ. ലോവർ ടൈം ഫ്രെയിമിൽ വരും, പക്ഷേ ഹയർ ടൈം ഫ്രെയിം നമുക്ക് ഒരു മാക്സിമം നോയ്സ് അവോയ്ഡ് ചെയ്യാം. കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് പിടി കിട്ടും. ക്ലിയറാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് ബ്രേക്ക് ഔട്ട് SNR ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം.